റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. അനർട്ട് സിഇഒ നരേന്ദ്രനാഥ് വെല്ലൂരി IFSനെ മാറ്റി. കോടികളുടെ ടെൻഡർ ക്രമക്കേട് നടത്തിയെന്ന് ആരോപണം ഉയർന്നിരുന്നു. റിപ്പോർട്ടറാണ് വാർത്താ പരമ്പരയിലൂടെ ക്രമക്കേട് പുറത്തുകൊണ്ടുവന്നത്. ഹൈഡൽ ടൂറിസം പദ്ധതി ടെൻഡറിലും ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. TV പ്രസാദ് നമുക്കൊപ്പം ചേരുകയാണ്. TV പ്രസാദ്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. തുടർച്ചയായി ഈ വാർത്തകൾ പ്രസാദാണ് നൽകിക്കൊണ്ടിരുന്നത്. ഇതിൽ വെല്ലൂരിയുടെ യോഗ്യത എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചോദ്യങ്ങളായി ഉയർത്തിയതാണ്. ഒടുവിൽ ക്രമക്കേടുകൾ പുറത്തു വരുന്നതിന് ഒരു തുടർച്ചയുണ്ടാകുന്നു എന്നത് കണ്ടുകൂടിയാണോ ഇപ്പോൾ ഈ മാറ്റം? അങ്ങനെ തന്നെ കരുതേണ്ടി വരും സുജിയ. അതല്ല എങ്കിൽ ഒരു കാരണവശാലും അനർട്ട് സിഇയെ മാറ്റുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. സുജിയ നേരത്തെ പറഞ്ഞതുപോലെ അനർട്ടിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിലുള്ള സോളാർ പ്ലാന്റ്, PM കുസുമിൻ്റെ പേരിലുള്ള സോളാർ പ്ലാന്റ്, അട്ടപ്പാടിയിലെ സോളാർ പ്ലാന്റ്, ഈ 3 പദ്ധതികളിലും വലിയ ക്രമക്കേടാണ് നടന്നത് എന്ന് റിപ്പോർട്ടർ തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നതാണ്. അതിന് പിന്നാലെയാണ് ഈ സംസ്ഥാനത്തെ 6 ഡാമുകളിലെ ഹൈഡൽ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേട് ടെൻഡറുകളിൽ ഉണ്ടായതും മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പാർട്ടി നേതാക്കൾക്ക് ഈ പറയുന്ന വാട്ടർ സ്പോർട്സ് ഉൾപ്പെടെയുള്ള ടെൻഡറുകൾ വ്യാപകമായി അനധികൃതമായി നൽകിയതിൻ്റെ രേഖകൾ ഉൾപ്പെടെയാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഉറപ്പായും ഈ സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ അനർട്ടിൻ്റെ സ്ഥാനത്തേക്കാണ് ഹർഷിൽ മീണ എന്ന IAS ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നത്. IFSകാരനെ മാറ്റി പകരം IAS ഉദ്യോഗസ്ഥനെ കൊണ്ടുവരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ തന്നെ എല്ലാവർക്കും സംശയമുള്ള കാര്യമായിരുന്നു, എങ്ങനെയാണ് ഇതുമായി ഒരു ബന്ധവുമില്ലാത്തൊരു IFS ഉദ്യോഗസ്ഥൻ അനർട്ടിൻ്റെ ചുമതലക്കാരനാകുന്നത്, ഹൈഡലിൻ്റെ ചുമതലക്കാരനാകുന്നത് എന്ന്. ഹൈഡൽ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഡയറക്ടർ പോസ്റ്റിലേക്ക് KSEBയുടെ ജീവനക്കാരൻ തന്നെ ആയിരിക്കണം എന്ന നിർദ്ദേശം, എന്ന ചട്ടം അത് ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ ഭാഗമായുണ്ട്. പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് മന്ത്രി കൃഷ്ണൻകുട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായ വെല്ലൂരി ഈ സ്ഥാനങ്ങളിലേക്കെല്ലാം വന്നതും യഥേഷ്ടം തോന്നിയ പോലെ ടെൻഡർ കൊടുത്ത് കോടികളുടെ വെട്ടിപ്പ് ഈ സംവിധാനങ്ങളിലെല്ലാം ഉണ്ടാക്കിയതും. സുജയ. ഓക്കെ, TV പ്രസാദാണ് ഈ അന്വേഷണ റിപ്പോർട്ട് തുടർച്ചയായി പ്രേക്ഷകരേക്ക് എത്തിച്ചത്. ഇപ്പോൾ എന്തായാലും അനർട്ട് CEO സ്ഥാനത്ത് നിന്ന് നരേന്ദ്രനാഥ് വെല്ലൂരിയെ മാറ്റിയിരിക്കുകയാണ്.